അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ ദുററിൻ്റെ പ്രഭാഷണം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ 6412 ഹദീസായിട്ട് കൊണ്ടുവരുന്ന വളരെ മഹത്തരമായ ഒരു നിർദ്ദേശമാണ് ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ള ഈ ഒരു ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. രണ്ട് അനുഗ്രഹങ്ങൾ, ആ രണ്ട് അനുഗ്രഹങ്ങളെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിൽ അധികം മനുഷ്യരും ഇന്ന് പരാജിതരാണ്. ഏതൊക്കെയാണ് ആ രണ്ട് അനുഗ്രഹങ്ങൾ? അസ്സിഹ്ഹത്തു വൽ ഫറാഅ്, ആരോഗ്യവും ഒഴിവ് സമയവും. ഈ രണ്ട് കാര്യങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിൽ ഇന്ന് ഭൂരിഭാഗം മനുഷ്യരും പരാജിതരാണ് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ഈ ഹദീസിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഏതൊരു മനുഷ്യനും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ് ആരോഗ്യത്തോടു കൂടെ ഇരിക്കുക എന്നുള്ളത്. രോഗാവസ്ഥ ഉണ്ടാകുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല. എപ്പോഴും നാം ആരോഗ്യത്തോടു കൂടെ ജീവിക്കണം, അതാണ് എല്ലാവരുടെ താല്പര്യവും. കാരണം ആരോഗ്യമുള്ള സമയത്താണ് എന്ത് കാര്യങ്ങളും നമുക്ക് വളരെ ആവേശത്തോടു കൂടെ ചെയ്യാൻ സാധിക്കുന്നത്. അത് ഭൗതികപരമായ കാര്യങ്ങളാണെങ്കിലും അതുപോലെ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും എല്ലാം നല്ല ആരോഗ്യമുള്ള സമയത്ത് ചെയ്യാനാണ് എല്ലാവർക്കും ആഗ്രഹം. അതെല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം. ആ ആരോഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. അത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താതെ അവൻ്റെ ഭൗതിക ലോകത്തേക്കും അതുപോലെ പാരത്രിക ലോകത്തേക്കുമുള്ള കാര്യങ്ങൾ ചെയ്യാതെ അവഗണിച്ച മനുഷ്യന്മാരെല്ലാം പരാജിതരാണ് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണത്. നമ്മുടെ ആരോഗ്യമുള്ള ആ യുവത്വകാലം, ആ കാലത്ത് നാം അള്ളാഹുവിന് വേണ്ട ആരാധനാ കർമ്മങ്ങൾ ചെയ്യാതെ മാറി നിന്ന് ആരോഗ്യമില്ലാത്ത സമയത്ത് നമുക്ക് ശരിക്ക് നടക്കാനോ അല്ലെങ്കിൽ സന്തോഷത്തോടെ തലകുനിച്ച് അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യാനോ സാധിക്കാത്ത സമയത്ത് നിസ്കരിക്കാനും മറ്റുള്ള അള്ളാഹുവിന് വേണ്ട ആരാധനാ കർമ്മങ്ങൾ ചെയ്യാനുമൊക്കെ താല്പര്യപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് സാധിച്ചു കൊള്ളണം എന്നില്ല. നല്ല ആരോഗ്യമുള്ള യുവത്വകാലത്ത് അള്ളാഹുവിന് മനസ്സറിഞ്ഞ് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് ലഭിക്കലാണ് ഒരു മനുഷ്യന് ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ പരലോകത്ത് എല്ലാവരും സൂര്യന്റെ ചൂടേറ്റ് വിയർത്ത് നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തിയിടത്ത് ഒരു വിഭാഗം ആളുകൾ ശാബുൻ നശഅ ഫി ഇബാദത്തില്ല എന്നാണ് പറഞ്ഞത്. എന്താണത്? അള്ളാഹുവിന്റെ ഇബാദത്തിലായിട്ട് വളർന്നു വന്ന ഒരു യുവാവ്, അവനാണ് അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗം. യുവത്വകാലമൊക്കെ എല്ലാവരും വേണ്ടാത്ത കാര്യങ്ങളിലേക്കും ദുഷിച്ച പ്രവണതകളിലേക്കും നീങ്ങുമ്പോൾ അതിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരു മനുഷ്യൻ, അവനിക്ക് അള്ളാഹു തആല വലിയ മഹത്വമാണ് കൽപ്പിക്കുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് അള്ളാഹു ആരോഗ്യം തന്നിട്ട് ആ ആരോഗ്യം അവൻ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താതെ നശിപ്പിച്ചു കളഞ്ഞാൽ അവൻ പരാജയപ്പെട്ടവനാണ് എന്നത് തീർച്ചയാണ്. നമുക്ക് ചിന്തിക്കേണ്ടത്, നമുക്ക് ശരിയായിട്ട് നിസ്കരിക്കാൻ സാധിക്കുന്ന സമയത്തൊക്കെ നമുക്ക് നിസ്കരിക്കണം. അതുപോലെ ഹജ്ജ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഹജ്ജ് ചെയ്യണം. പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഹജ്ജൊക്കെ എന്ന് പറയുമ്പോൾ അത് വയസ്സായിട്ട് പ്രായമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് എന്നൊക്കെയാണ്. അതങ്ങനെയല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വലിയ ഉന്മേഷം കാണില്ല. പലതും നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വന്നേക്കാം. അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത്
എല്ലാ ഇബാദത്തുകളും ചെയ്യാൻ നാം ശ്രമിക്കണം. അങ്ങനെ ആരോഗ്യമുള്ള സമയത്ത് നാം ഇബാദത്തുകൾ ചെയ്തു കഴിഞ്ഞ് അള്ളാഹുവിലേക്ക് അടുത്താൽ, നമുക്ക് രോഗം വരുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഇബാദത്തുകളെ പരിഗണിച്ച് നമുക്ക് പ്രതിഫലം നൽകപ്പെടും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് സന്തോഷ വാർത്ത അറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആരോഗ്യം ശരിക്ക് ഉപയോഗപ്പെടുത്തി അള്ളാഹുവിലേക്ക് അടുത്തവരായിട്ട് നാം എല്ലാവരും മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ ഒഴിവ് സമയം. നമുക്കൊക്കെ ഒഴിവില്ലാത്ത ഒരു സമയം വരും. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നാം ഏറ്റെടുക്കുമ്പോൾ, കുടുംബപരമായിട്ടുള്ളത്, സമൂഹത്തിൽ സംഘടനാപരമായിട്ട്, അങ്ങനെ പല ഉത്തരവാദിത്തങ്ങളും നമ്മിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒഴിവ് ഇല്ലാത്തൊരു സമയം വരും. ആ സമയത്ത് നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ സമയമുണ്ടാകില്ല. അതുകൊണ്ട് നമുക്ക് ഒഴിവ് സമയമുണ്ടാകുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം. പലരും കുറച്ചൊഴിവ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആസ്വാദനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ച ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തീരെ ആസ്വാദനം വേണ്ട എന്നല്ല പറഞ്ഞത്. ആസ്വാദനങ്ങളിൽ ഏർപ്പെടുമ്പോഴും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള, അവനെ ഓർക്കാതെയുള്ള ഒരു ആസ്വാദനവും നമുക്കുണ്ടാകരുത്. അങ്ങനെ ഒരു ജീവിതം നാം കാഴ്ചവെച്ചു ഇബാദത്തുകളിലേക്കൊക്കെ മുഴുകി അള്ളാഹുവിനോട് അടുത്തവരായിട്ട് തീരാൻ നാം എല്ലാവരും ശ്രമിക്കണം. അതുകൊണ്ട് നാം നമ്മുടെ ഒഴിവ് സമയവും നമ്മുടെ ആരോഗ്യവും വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ ജീവിക്കാൻ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും സമയങ്ങളൊക്കെ നല്ല രൂപത്തിൽ ചെലവഴിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.